കനവ് ബേബി അന്തരിച്ചു. കനവ് ബദൽ സ്കൂളിന്റെ സ്ഥാപകനും എഴുത്തുകാരനുമായി ശ്രദ്ധേയനായ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്നു. KR അനൂപ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ, എപ്പോഴായിരുന്നു അന്ത്യം? സംസ്കാരം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിദ്യാഭ്യാസം നൽകുന്ന വ്യത്യസ്തമായ ഒരു സ്ഥാപനം തുടങ്ങിയതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ പേര് സാംസ്കാരിക കേരളം ചർച്ച ചെയ്തു തുടങ്ങിയത്. 70 വയസ്സായിരുന്നു. നടവയൽ ചീങ്ങോട്, വയനാട്ടിലെ നടവയൽ ചീങ്ങോട് എന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്നുള്ള കളരിയിലാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ സമീപത്തുള്ളവർ അദ്ദേഹത്തെ ഈ മരിച്ച നിലയിൽ ഈ കളരിക്കുള്ളിൽ വെച്ച് കണ്ടെത്തിയത്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവാണ് KJ ബേബി. പിന്നോക്ക വിഭാഗങ്ങളുടെ ഒട്ടേറെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി വിവിധ ഘട്ടങ്ങളിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയിരുന്ന ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. നാടുഗദ്ദിക എന്ന അദ്ദേഹത്തിന്റെ നാടകം വളരെ പ്രശസ്തമാണ്. കണ്ണൂരിലെ മാവിലായിൽ 1954 ഫെബ്രുവരി 27-നാണ് ബേബിയുടെ ജനനം. 1954-ലാണ് അദ്ദേഹത്തിന്റെ ജനനം. 1973-ലാണ് അദ്ദേഹത്തിന്റെ കുടുംബം വയനാട്ടിലേക്ക് എത്തുന്നത്. 1994-ലാണ് കനവ് എന്ന ബദൽ സ്കൂൾ അദ്ദേഹം ആരംഭിക്കുന്നതും. അതൊരു വലിയ കേരളത്തിന്റെ വിദ്യാഭ്യാസ ഒരു സാഹചര്യത്തിൽ അത് വലിയ ശ്രദ്ധേയമായ ഒരു ചർച്ചയാവുകയും ചെയ്തതെല്ലാം ആ കാലഘട്ടത്തിലാണ്. മാവേലി മൺറം എന്ന ഒരു നോവലും അദ്ദേഹം രചിക്കുകയുണ്ടായി. കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ഉൾപ്പെടെ ആ നോവലിന് ലഭിക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. ഈ വിധത്തിൽ ഈ ബദൽ വിദ്യാകേന്ദ്രത്തിന്റെ ഒരു നെടുംതൂണായിരുന്നു ആ ഘട്ടത്തിൽ KJ ബേബി. അതോടൊപ്പം അവരുടെ ഈ ആദിവാസി വിഭാഗങ്ങളുടെ ഈ ബദൽ വിദ്യാഭ്യാസ രീതികൾ ആവിഷ്കരിക്കുക മാത്രമല്ല, നാടകങ്ങൾ, സംഗീത കലാരൂപങ്ങൾ, ആയോധന കല തുടങ്ങിയവയെല്ലാം വ്യത്യസ്തമായ രീതിയിൽ സ്ഥാപനത്തിൽ വെച്ച് ആദിവാസി വിഭാഗങ്ങൾക്കായി പരിശീലനം നൽകുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ രീതിയിലെല്ലാമാണ് അദ്ദേഹത്തിന്റെ ഈ കനവ് എന്ന സ്ഥാപനം പ്രശസ്തി ആർജിച്ചത്. അതോടുകൂടിയാണ് കനവ് ബേബി എന്ന പേരിൽ കൂടി അദ്ദേഹം അറിയപ്പെട്ടത്. ഏതായാലും അദ്ദേഹത്തിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് വിധേയമാക്കുകയാണ് പോലീസ്. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ഇവിടെ നിന്ന് മാറ്റും. ശരി, KR അനൂപാണ് വിവരങ്ങൾ നൽകിയത്.